ഉള്ളൊരാഗ്രഹമാണ് ഇങ്ങനെ പക്ഷിയൊക്കെ നമ്മുടെ കയ്യിൽ വന്നിരുന്ന് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, നമ്മളുമായിട്ട് കളിക്കാനൊക്കെ. പക്ഷേ ഒരു പരിധിവരെ അങ്ങനെയൊന്നും ഒരിടത്തും വരാറില്ല. ഓട്ടോമാറ്റിക് ഗൈസ്, ഇറ്റ്സ് മീ സംഗീത് ലാൽ ഹിയർ. സാങ്സ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എന്ത് കണ്ടൻറ്റ് കൊടുക്കണമെന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ റോട്ടിലൂടെ നമ്മുടെ അപ്പുറത്തെ, നമ്മൾ ആലപ്പുഴ മൊഹമ്മയാണ് സ്ഥലം. അപ്പം മൊഹമ്മയിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ളൊരു ചേട്ടൻ പക്ഷികളെ വളർത്തണം. അപ്പോൾ പക്ഷീനെ വെറുതെ വളർത്തുമല്ല, പക്ഷീനെ ഇച്ചിരി ഫ്രീഡമൊക്കെ കൊടുത്ത് പക്ഷിക്കൊരു നാച്ചുറൽ എക്കോസിസ്റ്റം ഒക്കെ കൊടുത്തുകൊണ്ടാണ് ചേട്ടൻ സംഭവത്തിന് വളർത്തുന്നത്. അപ്പം നമ്മുടെ പക്ഷി ലവറായ കൂട്ടുകാരനും ഇതേ കൂട്ടത്തിലുണ്ട്. ആളുടെ പേര് മാത്യു കുരുള. അപ്പം മാത്യു, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഞാൻ നിനക്ക് പടമൊക്കെ അയച്ചു തന്നല്ലോ, ആ ചേട്ടൻ അയച്ചു തന്ന സംഗീത അയച്ചു തന്ന പടം കാണുമ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള കിളികളുണ്ട്. നമ്മുടെ ഏറ്റവും വില കൂടിയ മക്കാവുണ്ട്. അഞ്ചുവർണ്ണത്തത്ത സിനിമയിലെ പ്രധാന കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ അത് നല്ല കളറാണ്, ആ സെയിം തന്നെ കളറാണ്. പിന്നെ നമ്മുടെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, പിന്നെ കൊന്നൂർ ഇനത്തിൽപ്പെട്ട കിളികളുണ്ട്, പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, ഫിഞ്ചസ് ഉണ്ട്. ഗൈസ്, അങ്ങനെ പറഞ്ഞാലൊന്നും തീരില്ല, അത്ര അധികം ഉണ്ട്. ഏകദേശം ഏതാണ്ട് 85 ബേർഡ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. 85 ബേർഡ്സ് എന്ന് പറയാൻ അറിയാലോ, ഒരു മക്കാവോടെ വില പോലും നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. അപ്പൊ ചേട്ടനാണെങ്കിൽ ഏതാണ്ട് 55 ദിവസത്തോളം പണിക്കാരെ ഇരുത്തി വലിയ മെഷൊക്കെ വെച്ച്, എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടില്ലാത്ത നല്ല സ്ട്രോങ് മെഷ്, ഹൈറ്റും ഒക്കെ വെച്ചെന്ന് വെച്ചാൽ പുള്ളിക്കാരന്റെ വീട് തന്നെ നല്ലൊരു കിടുക്കൻ വീടാണ്. പക്ഷെ അതിലും വലുതാണ് പുള്ളി പക്ഷിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കൂട്. ഒരിക്കലും കൂടെന്ന് പറയാൻ പറ്റില്ല, പക്ഷിക്ക് ഫ്രീഡം ആയിട്ട് ഫുൾ ഫ്രീഡത്തിൽ നടക്കാവുന്ന ഒരു സെറ്റപ്പ്. നമ്മുടെ ഒരു പുറത്തു നോക്കിയ ഒരു വലിയൊരു ഗോഡൗൺ പോലെ. പുറത്ത് നമ്മൾ അത് പറയണം. നമ്മുടെ കൂട്ടുകാരന്മാരുടെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടില് ഇപ്പൊ ആലപ്പുഴ ആണല്ലോ, കയറ് ഫാക്ടറികളും കയറിന്റെ ഗോഡൗൺ ഒക്കെ ധാരാളം ഉണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാര് റോഡിലൂടെ അതിലൂടെ പോയപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കയർ ഗോഡൗൺ ആണ്, ഗോഡൗണിന് വേണ്ടിയിട്ട് കമ്പി അടിച്ചോണ്ടിരിക്കുകയാണ്. അവരും ഭയങ്കര ഹൈറ്റിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു ചെറിയ തെങ്ങിന്റെ ഒക്കെ ഹൈറ്റ് ഉണ്ട്. അതിനുള്ളില് മാവുണ്ട്, അത്യാവശ്യം നാച്ചുറൽ ആയിട്ട് പുള്ളി വള്ളികളും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, അത്തിപ്പഴത്തിന്റെ ഉണ്ട്, പിന്നെ ഞാവലിന്റെ ഇതുണ്ട്, ചെറിയ തൈയുണ്ട്. അപ്പൊ രഞ്ജിത്ത് ചേട്ടനാണ് ഇതിനെ വളർത്തുന്നത്. രഞ്ജിത്ത് ചേട്ടൻ കുവൈറ്റിലല്ലേ? പുള്ളി കുവൈറ്റിലാണ്. കുവൈറ്റില് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ കൊറോണയൊക്കെ പ്രമാണിച്ച് ചേട്ടന് പോകാൻ പറ്റിയില്ല. അപ്പൊ ചേട്ടന് തോന്നിയൊരു ഐഡിയ ആണ്, സമയം പോകാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പം അങ്ങനെ ചേട്ടൻ തുടങ്ങിയൊരു സംഭവമാണ്. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അവിടെ എന്തൊക്കെയാ ഐറ്റം ഒന്ന്. അപ്പം നമ്മൾ നടന്നത് രഞ്ജിത്ത് ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്, മുഹമ്മയിലെ വീട്ടിൽ. ഗേറ്റ് തുറന്ന് നമ്മളിത് ഉള്ളിലോട്ട് കയറി നോക്കുവാണ്. നല്ല സൂപ്പർ ഒരു ബംഗ്ലാവ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ വീട്. ഞങ്ങൾ ഇത് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഓർത്ത് വല്ല ഗോഡൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത്. ഞങ്ങള് കണ്ടു വന്നപ്പോ അകത്ത് കേട്ടണമെന്നുണ്ടായിരുന്നു. നടക്കല്ലേ ചെറുപ്പത്തിലെ കിട്ടിയതാ? ഇതെന്ത് ഫിഷസ് ആണ്? ഇതെന്ത് ഫിഷസ് ആണ്? ഏകദേശം ഒരു 55 ദിവസത്തോളം
വെൽഡിങ് വർക്കർമാർ കണ്ടിന്യൂസ് നിന്ന് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒരാൾ നടന്നാലും കുഴപ്പമൊന്നുമില്ല, അത്ര കട്ടിയുള്ള മെഷൊക്കെ ഉപയോഗിച്ചാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ മാത്യു മാത്തപ്പൻ നമ്മുടെ രഞ്ജിത്ത് ചേട്ടനായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്തപ്പനും ഭയങ്കര ഒരു മൃഗസ്നേഹിയും പക്ഷിപ്രേമിയൊക്കെയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്നലെ ഒരു 8 മണിയാകുമ്പോൾ വരാനാണ് ഞാൻ ഇവനോട് പറഞ്ഞത്. ഇവനിപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ച 7 മണിയായപ്പോൾ എൻ്റെ വീട്ടിലെത്തി. പുള്ളിക്ക് അത് പക്ഷിനെ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണമാണ്. ഈ ഒരു വലിയ കേജിൻ്റെ ഉള്ളിലോട്ടുള്ള കയറുമ്പോൾ ഉള്ള 2 ഡോറുണ്ട്. ആ 2 ഡോർ ഉൾപ്പെടെ എല്ലാം തന്നെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇന്നലെ പുതിയൊരു അതിഥിയായിട്ട് ഇവിടെ വന്ന ഒരാളാണ്. ഗോൾഡൻ റിട്രീവറാണ്, 44 ദിവസമേ പ്രായമുള്ളൂ. ആളൊരു രക്ഷയില്ല, ഭയങ്കര ക്യൂട്ടാണ്. മക്കാവല്ലേ ഇത്തിരി പേടിയുള്ള ആദ്യം ഞാൻ ചെന്നപ്പോൾ തന്നെ വിളിക്കാൻ പതിയൊന്ന് പുറകിലോട്ട് വലിഞ്ഞ്. മക്കാവ് ഭയങ്കര ഫാൻസ് ഉള്ളൊരു ബേർഡാണ്, ഭയങ്കരമായിട്ട് ഫാൻസ് ഉള്ള ബേർഡാണ്, ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും എടുക്കണമെന്നും. ഇനിയല്ലോ ഇതിപ്പോൾ എത്ര പ്രായം കാണും? 5 മാസമേ ഉള്ളല്ലേ? ഇവിടെ കയറി ചുറ്റും ബേർഡ്സാണ്. എനിക്കാണ് പുള്ളിക്ക് എത്ര ഉറപ്പായിട്ട് തോന്നണമെങ്കിൽ ഇല്ലാന്ന് തോന്നുന്നു. പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് ഇങ്ങനെ പക്ഷിയൊക്കെ നമ്മുടെ കയ്യിൽ വന്നിരുന്ന് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, നമ്മളുമായിട്ട് കളിക്കാനൊക്കെ. പക്ഷേ ഒരു പരിധിവരെ അങ്ങനെയൊന്നും ഒരിടത്തും വരാറില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരാറില്ല. ഇപ്പോൾ ഈ പക്ഷിയെ ഞാൻ പിടിച്ചെൻ്റെ മേത്ത് വെച്ചിരിക്കണമല്ല, തന്നെ പറന്ന് എൻ്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തതാണ്. ആൻഡ് അത് നല്ലൊരു ഫീലായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ചേട്ടനൊക്കെ ഇവരെ നോക്കുന്നത് സ്വന്തം മക്കളെ പോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. കൂടുതൽ സമയം ഇവരുടെ കൂട്ടത്തിൽ ചിലവഴിക്കുന്നത് കൊണ്ടാവാം ഇവർക്ക് മനുഷ്യരെ ഒന്നും ഒരു പേടിയില്ല, നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇവരുടെ അടുത്തോട്ട് ചെന്നാൽ ഇവർ പോയി പറന്നൊന്നും പോകത്തുമില്ല. അപ്പോൾ ഓക്കെ ഏട്ടാ, താങ്ക് യു. സംഭവം ഒരു രക്ഷയില്ല. കാര്യം എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. ഇത്ര ഒരു ഫ്രീഡമൊക്കെ കൊടുത്തോണ്ട് ഒരു അനുഭവം തന്നെയാണ്. ഫോട്ടോസ് ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം ആലോചിക്കുന്നത് ഫോട്ടോസ് എവിടെ എടുക്കണമെന്നൊക്കെ ആദ്യമല്ലേ, അറിയാൻ നമുക്കറിയാമല്ലോ. ആ ഒരു ഫോട്ടോ കിട്ടണമെന്നുള്ള ബുദ്ധിമുട്ട് ഭയങ്കര തന്നെയാണ്. കൊള്ളാം, നല്ലൊരു പരിപാടിയാണ്. പിന്നെ രണ്ടോടെ ഒരു പണ്ട് പിന്നെ അവനെ എടുത്തോണ്ട് പോയായിരുന്നു. ഓ, 2 ഇത് കൊടുത്തിട്ടുണ്ടല്ലേ നമ്മുടെ ലാബിനകത്തൊക്കെ കയറുന്നത്. സംഭവം കൊള്ളാം. ഇതൊക്കെ ഈ റോഡിന്റെ പുറത്തോട്ട് പോകുമ്പോഴാണ് നമുക്കിത് ആപ്പഴ ആ സംഭവം
അപ്പോൾ ഗായ്സ് നമ്മൾ രഞ്ജിത്ത് ചേട്ടൻ്റെ പക്ഷി സങ്കേതം, ഒരു നാച്ചുറൽ ബേർഡ് എക്കോസിസ്റ്റം എന്ന് പറയാവുന്ന ഐറ്റം കണ്ടിട്ട് വന്ന വരവാണ്. എന്ത് പറയാനാണല്ലേ, ഒന്നും പറയാം. ഒരു ആലപ്പുഴക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എല്ലാരും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ആലപ്പുഴ എന്ന് പറയാൻ പറ്റില്ല, എനിക്കാണ് കേരളത്തിൽ തന്നെ ഇങ്ങനെ വളർത്തുന്ന ആരെങ്കിലും ഉള്ളതായിട്ട് നിനക്ക് തോന്നുന്നു? ഇത്ര ഒരു നല്ല ഹൈടെക് ആയിട്ടുള്ള രീതിയിൽ ഇത്രയും നല്ല നല്ല പക്ഷികളെ, പല വെറൈറ്റിപ്പെട്ട പക്ഷികളും പിന്നെ നല്ല നല്ല പല വെറൈറ്റിയിലുള്ള പക്ഷികളും പിന്നെ ഈ പ്ലാന്റുകളും എല്ലാം, മാവ് പിന്നെ ബാമ്പു പല ടൈപ്പില് എല്ലാം ഫ്രൂട്ട്സ് പക്ഷികൾക്ക് തന്നെ അതിനകത്തുനിന്ന് കഴിക്കാനും ഉള്ള രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും അവിടെ ഇരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് പുറത്തുള്ള പക്ഷികൾ അകത്തോട്ട് നോക്കിയിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്തിരിക്കണ ക്യാമറയിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നില്ല. എന്ന് വെച്ചാൽ പുറത്തുള്ള പക്ഷികൾ അകത്തുള്ള പക്ഷികളെ നോക്കി ഒരു അസൂയപ്പെടിയെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അകത്ത് ഫുഡ്, ഫ്രൂട്ട്സ്, മരങ്ങള് എല്ലാം, അതുപോലെ ഒരു അച്ഛനെ അമ്മേനെയും പോലെ കയറിയണ രണ്ടുപേരല്ലേ, ആ ചേട്ടനും ചേച്ചി അതുപോലെയാണ്. എനിക്കാണ് രാവിലെ ഒരു 8 മണി തൊട്ട് ഒരു 10-11 മണി വരെ കെയറിങ്. അത് കഴിയുമ്പോൾ വൈകുന്നേരവും എല്ലാം ഇത്ര നേരം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡേ 24 മണിക്കൂർ ഇതിനു വേണ്ടി അങ്ങ് നിൽക്കുക. ഏതായാലും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും നമ്മുടെ ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. കാര്യം ഒരു ഡിജിറ്റൽ എന്ന് വെച്ചാൽ അത്ര വലിയൊരു സ്പേസ് ആണ്. അപ്പൊ അത്ര വലിയൊരു സ്പേസ് നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് പക്ഷെ പക്ഷികളെ നന്നായിട്ട് കാണാം. ഞാൻ ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടൻ DSLR ഉപയോഗിച്ച് അവിടുത്തെ പക്ഷികളുടെ പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. അതുപോലെ ചേട്ടനെ ഫോളോ ചെയ്യണമെങ്കിൽ അവിടുത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം, സംഭവങ്ങളൊക്കെ കാണാം. ഇനിയും പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ചേട്ടൻ ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കും. ഇപ്പൊ 85 പക്ഷികളോളം ഉണ്ട്. ഇനിയും ചേട്ടൻ പക്ഷികളെ ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തണം എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പം ഇനിയും കൂടുതൽ നമ്മൾ പഠിക്കാനുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഇതിൽ നിൽക്കുന്നില്ല, നമ്മളെല്ലാം ചെയ്യും. എല്ലാം ചെയ്യുന്ന നമുക്ക് എൻ്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒരു ഫുഡി ആളാണ്. അപ്പം നമ്മുടെ കുക്കിംഗ് വീഡിയോസ് വരും, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള നമ്മുടെ ലൈഫ്. ഇപ്പം ഞാൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആലപ്പുഴയിലൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഇവിടുത്തെ ഒരു ജീവിത രീതിയും ചിലപ്പോൾ നമ്മളിവിടെ ആൾക്കാരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും എല്ലാം ഈ വീഡിയോയിലൂടെ കാണിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അറിയാലോ, നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പം എല്ലാവരും നാട്ടുംപുറമാണിത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം സംഗീത് ലാൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.